പവിത്രം സീരിയലിന്റെ 23-ാമത്തെ എപ്പിസോഡാണ്. വേദ സബ് ജയിലിലേക്ക് വന്നിരിക്കാട്ടോ. ഈ സമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉയർന്ന ഉദ്യോഗസ്ഥനോട് പറയും, തിരുനെൽവേദിയിലെ പുതുതായി ജോയിൻ ചെയ്ത സബ് കളക്ടർ കാണാൻ വന്നിരിക്കുന്നു. ഒഫീഷ്യൽ ആണോ? എന്താണാവോ വരവിന്റെ ഉദ്ദേശം? സാറിനെ നേരിട്ട് കാണാൻ വന്നതാ. ഞാൻ വരാന്ന് പറഞ്ഞ് വേദയുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ ചെന്ന് സല്യൂട്ടൊക്കെ ചെയ്ത് വേദയെ റൂമിലേക്ക് ക്ഷണിക്കാട്ടോ. അങ്ങനെ അവിടെ ഇരിക്കുമ്പോ അവര് പരസ്പരം ഒന്ന് പരിചയപ്പെടും. എനിക്ക് ഒരാളായിട്ട് സംസാരിക്കണം. ആരാണ് മാഡം? വിക്രം സുധാകരൻ. അപ്പൊ ആ പോലീസ് പറയും, കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട അതെ, ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആള് റിലീസായല്ലോ. വേദന ഞെട്ടും. റിലീസാവേ? അതെ. പുള്ളിയുടെ കേസ് റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ ശങ്കരനാരായണൻ സാറാണ് വാദിച്ചത്. 5 വർഷത്തോളം വെറുതെ തടവിൽ കിടന്നൊരു കേസായിരുന്നു അത്. എന്താണ് മാഡം? വേദ പറയും, ഒന്നുമില്ല. പുള്ളിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ തരാം. വേണ്ട, എനിക്കറിയാം. എങ്കിൽ ഞാൻ വരട്ടെ. താങ്ക്സ് എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ വേദ അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി പോകുമ്പോ ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കാം. ഹലോ അച്ഛ, ഞാനാണേ. പറ വേദ. അച്ഛന്റെ സ്വരം എന്താ വളരെ ഡള്ളായിരിക്കുന്നേ? ഒന്നുമില്ല. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? വേദ പറയും, അച്ഛ വിക്രം എവിടെ ഉണ്ടെന്ന് എനിക്കറിയണം. അപ്പൊ ശങ്കരനാരായണൻ സേതുലക്ഷ്മി സംസാരിച്ച കാര്യങ്ങൾ ആലോചിക്കുക. ഒരു അവകാശം പറഞ്ഞ ഒരാളിനി വരരുത്. ഇതിങ്ങനെ ശങ്കരൻ ആലോചിക്കുക. വേദ വീണ്ടും വീണ്ടും ഹലോ എന്ന് ചോദിക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അച്ഛൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ശങ്കരൻ പറയും, നീ ഇനി അവനെ കാണണ്ട മോളെ. അച്ഛൻ എന്തേ പറയുന്നേ? ശങ്കരൻ പറയും, ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ പാട്ടിന് വിട്ടേക്ക്. ഞാൻ ഇത്തിരി തിരക്കില്ല, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. വേദ ഞെട്ടിപ്പോവും. ഹലോ ഹലോ എന്ന് പറയുന്നുണ്ടെങ്കിലും ആ കോള് കട്ടാക്കൂട്ടോ. വേദയ്ക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് വേദ പോകുന്നത്. സേതുലക്ഷ്മി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ശങ്കരൻ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കാട്ടോ. ഈ സമയം മാഷ് സാധനം എന്തോ വാങ്ങിക്കണേ. ആ കടക്കാരൻ ഇങ്ങനെ എന്തൊക്കെയോ കാര്യമായിട്ട് പറയണ്ടേ. മോന് ജോലി ആയില്ലേ മാഷേ? പഴയ കൂട്ടുകാരനില്ലേ ശ്രീനിവാസൻ, അയാൾ വിചാരിച്ച അത് ജോലിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ മാഷി പറയും, അയാൾ ഡൽഹിയിലാ, ഇപ്പോൾ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിക്രമിന്റെ കാറിന്റെ മുന്നിൽ ശ്രീകാന്ത് വന്ന് നിർത്തി വിക്രമിന്റെ അടുത്ത് ചെന്ന് നിൽക്കും. എന്താടാ, മനസ്സിലായില്ലേ നിനക്ക്? എന്റെ തന്ത പണിയും രാജിവെച്ച് നിന്നെ പുറത്തിറക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ നിന്നെ എന്നെ ആ ജയിലിനുള്ളിലിട്ട് തീർത്തേനെ. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയപ്പോ നീ രക്ഷപ്പെട്ടു. ഒന്നോർത്താ നന്നായി. ഇപ്പോ വാക്കറിൽ തള്ളി നീങ്ങുന്ന നിന്റെ തന്തയുടെ മുന്നിൽ വെച്ച് തന്നെ കണക്കൊക്കെ തീർക്കാലോ അല്ലേ? വിക്രം ഇങ്ങനെ ചുറ്റും നോക്കുമ്പോ ശ്രീകാന്ത് പറയും, നോക്കണ്ട, ചുറ്റിനും ആളുണ്ട്. വേണ്ട അത്ര ആളുണ്ട്. ഏൽപ്പിച്ച കാര്യങ്ങൾ തീർത്തിട്ടേ അവന്മാര് പോകൂ. വിക്രം പറയും, ആയിക്കോട്ടെ. എന്നെങ്കിലും ഒരിക്കൽ വേദ തിരിച്ചു വന്നിട്ട് നീയുമായിട്ട് തീർക്കാൻ ഞാൻ മാറ്റി വെച്ചൊരു കണക്കുണ്ടായിരുന്നു. അത് പക്ഷേ നീ ഇപ്പൊ നേരത്തെ വന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ വീട്ടാതെ തരവില്ലല്ലോ എന്ന് പറഞ്ഞത് കേട്ട് നിൽക്കുന്നതിന്റെ മുന്നേ തന്നെ ശ്രീകാന്തിന് അടികിട്ടും. അങ്ങനെ നന്നായിട്ട് ഇടിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും ഗുണ്ടകളൊക്കെ ഓടി വന്ന് വിക്രമിനെ മാറ്റി പിടിക്കൂട്ടോ. ശ്രീകാന്ത് പറയും, ഈ ജീവൻ പോലും ബാക്കി ഉണ്ടാവരുത്, ബാക്കി പോലീസ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് പോകും. അങ്ങനെ ശ്രീകാന്ത് പോയി കഴിയുമ്പോഴായിരിക്കും കടക്കാരൻ, മാഷെ നോക്ക്. മാഷ് ഇത് കണ്ട് മോനെ എന്ന് വിളിച്ച് അടുത്തേക്ക് പോകും. അപ്പണ്ടാവും എല്ലാവരും കൂടെ വിക്രമിനെ തല്ലി ചതയ്ക്കുന്നേ. വിക്രം, അവനൊന്നും ചെയ്യില്ലേ, മാറ് എന്ന് പറഞ്ഞ എല്ലാവരെയും മാറ്റി നിർത്താൻ നോക്കും. അച്ഛൻ പൊക്കോ, ഇത് എനിക്കുള്ള പണി. അതില് ഒരുത്തൻ മാഷിനെ അടിക്കും. അത് കണ്ടു നിൽക്കാൻ വിക്രമിനാവില്ല. എല്ലാത്തിനും തട്ടി മാറ്റി അച്ഛാ എന്ന് വിളിച്ച് മാഷിന്റെ അടുത്തേക്ക് പോയി മാഷിനെ എഴുന്നേൽപ്പിക്കാൻ നിൽക്കുമ്പോ ഒരാള് ബാക്കിലൂടെ വന്ന് തല്ലാട്ടോ. ഒരൊറ്റ തല്ല അവന് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. വിക്രം അവനെ ചവിട്ടി തെറിപ്പിച്ച് മാഷെ എണീപ്പിച്ച് നിർത്തി വാക്കിംഗ് സ്റ്റിക്ക് കൈ കൊടുത്ത് മാറ്റി നിർത്തും. അങ്ങനെ അവിടെയുള്ള എല്ലാത്തിനെയും അടിച്ചോടിക്കും. മാഷ് വേണ്ടടാ എന്നൊക്കെ പറയണ്ടട്ടോ. അങ്ങനെ അവന്മാർ ഓടുമ്പോ പിന്നാലെ ചെന്ന് എല്ലാത്തിനും ഇടിച്ച് പഞ്ഞിക്കിടണേ. അപ്പോഴേക്കും അവിടെ ബ്ലോക്ക് ഔട്ടോ. ഈ സമയം വേദയുടെ വണ്ടി നേരെ വിക്രമിന്റെ മുന്നിലാവും വന്ന് നിൽക്കട്ടോ. വേദ വിക്രമിനെ കാണുമ്പോൾ ഞെട്ടിപ്പോകും. വേദ ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഡ്രൈവർ പറയും, ഏതോ ഗുണ്ടാ സംഘമാണെന്ന് തോന്നുന്നു മാഡം. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പും അങ്ങോട്ട് വരും. ആ സാബു പോലീസിന്റെ ആൾക്കാർ വന്ന് വിക്രമിനെ ബലമായി പിടിച്ചോണ്ട് പോവാട്ടോ. ആ ഗുണ്ടകളെ പിടിച്ചോണ്ട് പോകുന്നില്ല. വേദ ഇതൊക്കെ കണ്ട ആകെ ഷോക്ക് ആവുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കട്ടോ. അതിനുശേഷം പിന്നീട് രാത്രിയാട്ടോ. വിഷം വിക്രമിനെ പുറത്തിറക്കി കൊണ്ടുവരികയാണ്. ശ്രീ ചോദിക്കും, എന്താ ഇത്ര വൈകിയേ? പറയാം. മാഷ് ചോദിക്കും, മുറിവ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇത് എന്തൊരു വിധിയാടാ നിന്റെ എന്ന് പറഞ്ഞ് മാഷ് വിക്രമിനെ ചേർത്ത് പിടിക്കും. അച്ഛൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ, ഇതിനേക്കാളും വലുത് നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ചില തീരുമാനങ്ങൾ എടുത്തേ മതിയാവും. വിശ്വത്തിനെയും ശ്രീജയും നോക്കിയിട്ട്, അച്ഛൻ വാ പറയാം. അങ്ങനെ പിന്നീട് ഇവരകത്തു പോയിരുന്ന് സംസാരിക്കാട്ടോ. എല്ലാരും ഒരു ശൂന്യത. വിക്രം ചോദിക്കും, എന്താ ഒന്നും ആരും പറയാത്തത്? അപ്പു വന്നിട്ട് പറയും, എന്താ ചെറിയച്ഛൻ ഈ പറഞ്ഞത്? അച്ചാച്ചനെ കുട്ടി ചെറിയച്ഛൻ എങ്ങോട്ട് പോവാനാ? വിക്രം പറയും, അതല്ലാതെ വേറൊരു വഴിയില്ല മോളെ. അപ്പു പറയും, 1-2 ഗുണ്ടകളും പോലീസുകാരും എന്തോ പറഞ്ഞ് ഇറങ്ങി തിരിച്ചു എന്ന് കരുതി
ഇട്ടേച്ച് ഓടിപ്പോവാൻ നോക്കാണോ? എങ്കിൽ പിന്നിൽ എവിടെ നിന്നാലും ഓടേണ്ടി വരില്ലേ? ശ്രീജ പറയും അതെ, അപ്പു പറഞ്ഞതാ ശരി. എത്ര നാളെന്ന് കരുതി എങ്ങനെ ഓടി ഒളിക്കാം? ഈ ഇൻസ്പെക്ടർക്ക് മുകളിലും ഉദ്യോഗസ്ഥരുണ്ടല്ലോ, നമുക്ക് കേസ് മൂവ് ചെയ്യാം. വിക്രം പറയും ഏട്ടത്തി പറയുന്നത് ശരിയാ. ശല്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചവർക്ക് എപ്പോ വേണമെങ്കിലും അത് ഉണ്ടാക്കാം. ഇത്രയും കാലം സ്വസ്ഥമായിട്ടാ നിങ്ങൾ ജീവിച്ചത്. ഇനി ഞാൻ കാരണം ആ സ്വസ്ഥത നഷ്ടപ്പെടാൻ പാടില്ല. അപ്പു പറയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വിശ്വത്തിന്റെ അടുത്ത് എന്നിട്ട് പറയും അച്ഛാ ചെറിയച്ഛനോട് പോവല്ലേ എന്ന് പറ. വിശ്വം മിണ്ടാതിരിക്കുമ്പോ വിക്രം പറയും നിന്റെ അച്ഛനെയാ ഞാൻ ആദ്യം പറഞ്ഞു മനസ്സിലാക്കിയത്. വിശ്വേട്ടൻ എതിര് പറയില്ല. ശ്രീചേട്ടത്തി, കാര്യങ്ങൾ നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണം. അപ്പുമോള് പഠിക്കണേ, അവൾക്ക് എൻട്രൻസ് കിട്ടും. ഇനിയും പഠിക്കാനുണ്ടാവും. സ്വസ്ഥമായിരുന്നു പഠിക്കാൻ ഒരിടം വേണം. ഇങ്ങനെ ഹാളിൽ ഇരുന്ന് പഠിച്ചും ഇവിടെ തന്നെ ഉറങ്ങിയും ഇവളിങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല. അപ്പു പറയും നല്ല കാര്യായി. അപ്പൊ എന്നെ ഓർത്തിട്ടാണോ? നീ ഒന്നും മിണ്ടാതെ നിൽക്കപ്പോ. ഞാൻ പറയട്ടെ, നിനക്ക് നിന്റെ പ്രൈവസി വേണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് നിർബന്ധമുണ്ട്. ശ്രീകാന്ത് ഇനിയും വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അയാൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഈ ചെറിയ ബിസിനസ് കൊണ്ട് നിങ്ങൾ തന്നെ രണ്ടറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുക. അതിന്റെ കൂടെ ഇത് ബാധിക്കാൻ പാടില്ല. എന്തായാലും ഇത്രയും എത്തില്ലേ, ഇനിയും വളരണം. എന്റെ എന്തെങ്കിലും കാര്യം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കിത് സഹിക്കാനാവില്ല. എനിക്ക് മാത്രമല്ല, എന്തെങ്കിലും ഒരിക്കൽ വേദ അറിയുമ്പോൾ അവൾ എന്നോട് ചോദിക്കും ഞാൻ എന്താ ഈ തീരുമാനം എടുക്കാഞ്ഞതെന്ന്. ഇവിടുന്ന് കുറച്ച് അല്പം മാറിയൊരു സ്ഥലം, അവിടെ ഞാനും അച്ഛനും നിൽക്കാം. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് വരാം, ഞങ്ങൾക്ക് ഇങ്ങോട്ടും വരാലോ. നിങ്ങൾ ആരും എതിര് പറയരുത്. പക്ഷെ ചെറിയച്ച മാഷ് വിളിക്കും. അപ്പോ ചെറിയച്ചൻ പറഞ്ഞതാ ശരി, അത് മതി എന്ന് പറഞ്ഞ് മാഷ് പോകും. കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞ വിക്രവും വിശ്വത്തോട് അപ്പു പറയും ഇത് വലിയ കഷ്ടാണ്, നമുക്ക് പ്രശ്നമാവെന്ന് കരുതിയാ ചെറിയച്ചൻ അച്ചാച്ചനെ കൂട്ടി പോകാൻ പോകുന്നത്. വിശ്വം അപ്പുനെ ചേർത്തിട്ട് നിർത്തിയിട്ട് പറയും അവനൊരിക്കലും ആർക്കും ബാധ്യതയായിട്ടില്ല മോളെ, എന്നും സ്വന്തം കാലിൽ നിന്നിട്ടേ ഉള്ളൂ. ഇങ്ങനൊരു തോന്നൽ നമ്മുടെ ആരുടെയെങ്കിലും ഉള്ളില് എപ്പോഴെങ്കിലും ഉണ്ടായിന്നറിഞ്ഞ അതവന് സഹിക്കില്ല. ആ ഒരു അവസരം അവൻ മുൻകൂട്ടി കണ്ടുവെന്നേ ഉള്ളൂ. ഒരുപാട് അകലെയല്ലല്ലോ, എപ്പോഴും അടുത്തുണ്ടാവും. അത് മതി എന്ന് പറഞ്ഞ് മോളെയും ചേർത്ത് പിടിക്കും. വിശ്വത്തിനും സങ്കടമുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ കരയാണേ. സേതുലക്ഷ്മി വന്നിട്ട് വയ്ക്കും എന്താ മോളെ ഇനി അതോർത്ത് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അതല്ല അമ്മേ, ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ലാതെ തെരുവിൽ കിടന്നൊരു ഗുണ്ടയെ പോലെ അടി ഉണ്ടാക്കുന്നത് കണ്ടപ്പോ പിന്നെ മോളെന്താ കരുതിയത് ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ട് വേറൊരു മനുഷ്യനായി മാറിയിട്ടുണ്ടാവുന്നാണോ? മോള് പറഞ്ഞ അറിവേ എനിക്ക് അയാളെ കുറിച്ചുള്ളൂ. മോള് കരുതുന്ന പോലെ പൂർണ്ണമായി അയാൾക്ക് മാറാൻ പറ്റുന്നേ എനിക്ക് തോന്നുന്നില്ല. കുറച്ചു കാലം കണ്ടതാണ് ശരിയെന്ന് മോൾ ഉറപ്പിച്ചതാണെങ്കിലോ ഗൗരി മോൾക്ക് ഇതാണ് അച്ഛനെന്ന് പറഞ്ഞ് അയാളെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? വേദ പറയും പക്ഷേ അതല്ലേ യാഥാർത്ഥ്യം അമ്മേ. അത് അവളുടെ കുഞ്ഞു മനസ്സിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നേ മോൾ ആലോചിച്ച് നോക്ക്. പോലീസുകാരന്റെ മകളാണെന്ന് അഭിമാനിച്ച് നടന്നവൾ ജയിൽ പുള്ളിയുടെ മകളായിരുന്നു എന്നുള്ള സത്യം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലാണോ അവൾ? എന്നരുതി ജീവിതകാലം മുഴുവൻ അവളോട് പറയാതിരിക്കണം എന്നല്ല പറഞ്ഞത്. വേദക്ക് അറിയാൻ തുടങ്ങാം അത് ഉൾക്കൊള്ളാനുള്ള മെച്യൂരിറ്റി ആവുന്നത് വരെയെങ്കിലും അത് പറയാതിരിക്കുന്നതല്ലേ മോളെ നല്ലത്. ഞാൻ നിർബന്ധിക്കുന്നതല്ല, മോൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഈ സമയം ഇത് തരുൺ അറിയാതിരിക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് മോള് പുറത്തു പറയുന്നതോടെ വിക്രമും അതറിയും. അയാളുടെ മകളെ വേണമെന്ന് തർക്കിക്കും. കേസ് കോടതിയിലാകും. നിയമപ്രകാരം ഇപ്പോഴും നീ അയാളുടെ ഭാര്യയാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കുഞ്ഞ് അയാളോടൊപ്പം കഴിയട്ടെ എന്ന് കോടതി വിധിച്ചാ ഇങ്ങനെ അടിയും പിടിയുമായി നടക്കുന്ന ഒരാളുടെ മകളായി അവളെ വളർത്താനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്, ഇത്രയും നുണകൾ പറഞ്ഞത്? വേദ സങ്കടത്തിൽ കരയും. കരയില്ല മോളെ, എല്ലാം ശരിയാവും. തൽക്കാലം ഈ ജീവിതം ഇങ്ങനെ തന്നെ പോട്ടെ, ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും എന്ന് പറഞ്ഞ സേതുലക്ഷ്മി അവിടെ നിന്ന് പോകുമ്പോ വേദ അവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസമാണ്. തരുൺ രാവിലെ കാറിൽ എവിടെയോ പോയി വന്നിരിക്കുക മോളെ എന്ന് വിളിച്ച് വേദയുടെ റൂമിൽ വരൂ കേട്ടോ. എന്നാ വേദ നല്ല ഉറക്കാം. അങ്ങനെ ആ വിളി കേട്ട് വേദ എണീക്കും. അങ്ങനെ മോളെ ഗൗരിമോളെ എന്ന് വിളിച്ച് നടക്കുമ്പോ അമ്മ പറയും ഞാൻ ഗൗരിമോളെ കുളിപ്പിക്കാണേ. അപ്പൊ ഗൗരിമോളെ അച്ഛാ അമ്മയോട് എനിക്ക് പാലുണ്ടാക്കി വെക്കാൻ പറയും. അതിനെന്താ അച്ഛനുണ്ടാക്കാലോ. അങ്ങനെ അച്ഛനുണ്ടാക്കാലോ എന്ന് പറഞ്ഞ് തരുൺ ഉണ്ടാക്കാനായി പോട്ടോ. അങ്ങനെ കുഞ്ഞിനെ സേതുലക്ഷ്മി കുളിപ്പിക്കാട്ടോ. അപ്പൊ ചോദിക്കും അച്ഛമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, മോൾക്ക് അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരെയും. എന്നാലും അച്ഛൻ ഫോൺ തരാത്തപ്പോ അമ്മേനെ, അമ്മ ഹോംവർക്ക് ഒക്കെ എഴുതാൻ പറയുമ്പോ അച്ഛനെയാണ് ഇഷ്ടം. ആഹാ അമ്പടി കള്ളി പെണ്ണേ. അങ്ങനെ തലയൊക്കെ തുടച്ചു കൊടുക്ക. അപ്പോഴേക്കും തരുൺ മോൾക്കുള്ള പാലുണ്ടാക്കും. അവരുടെ വീട്ടിലെ പഴയ സെർവന്റ് തന്നെ ആട്ടോ ഇപ്പൊ ഉള്ളത്. പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയിരുന്നല്ലോ എന്ന് അവര് പറയുമ്പോഴേക്കും തരുൺ അത് ഉണ്ടാക്കി കഴിഞ്ഞു. അതിനിവിടെ ആരെയും കണ്ടില്ലല്ലോ, എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചീത്ത പറയണുണ്ട് കേട്ടോ. അങ്ങനെ തരുൺ കോഫി ഇട്ടാക്കി പോട്ടോ. അങ്ങനെ ആ ചേച്ചി മോക്കുള്ള പാലൊക്കെ റെഡിയാക്കാം. അങ്ങനെ തരുൺ അവിടെ വന്ന് ചായ കുടിക്കുമ്പോ വേദനെ വിളിക്കും. വേദ. അങ്ങനെ വേദ അങ്ങോട്ട് വരികയാണേ. തരുൺ പറയും നമുക്ക് നാളെ നാട്ടിലേക്ക് മാറി നിന്നാലോ? അമ്മ ഞെട്ടും. തിരുവനന്തപുരത്ത് വീട്ടിലേക്കോ? ഏതായാലും അത് അടഞ്ഞു കിടക്കല്ലേ, ശരിക്കും ഒരു ചേഞ്ചും ആവും. സേതുലക്ഷ്മി ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. അതേതാ വേറൊരു വീട് എന്ന് ഗൗരി ചോദിക്കുമ്പോ അങ്ങനെ ഒരു വീടുണ്ട്, മോള് കാണാത്തൊരു വീട്. മോളുടെ അച്ചാച്ചന്റെ വീടാണ്. ഇനി കുറെ കാലം മോൾ അവിടെയാ പഠിക്കാനും ജീവിക്കാനും പോകുന്നത്. അത് വേദയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതുപോലെ സേതുവിനും. സേതുലക്ഷ്മി ചോദിക്കും
അവിടെയോ? അപ്പൊ നിങ്ങളോ? നിങ്ങളുടെ ജോലിയോ? അപ്പൊ തരുൺ പറയും, ജോലി ഇവിടെ തന്നെയാ. ഞങ്ങൾ രണ്ടാളും ആഴ്ചയിൽ അവിടെ വന്ന് കണ്ടാ പോരെ? അവിടെ ആകെ താഴ്മാറായി കിടക്കല്ലേ. അപ്പോ തരുൺ പറയും, അതിന്റെ ജോലിയൊക്കെ തുടങ്ങിയമ്മേ. നമ്മൾ ചെല്ലുമ്പോഴേക്കും വൃത്തിയായി വെച്ചിട്ടുണ്ടാവും. അത് വേദയ്ക്ക് ഒട്ടും ഇഷ്ടായിട്ടില്ല കേട്ടോ. കുട്ടിക്ക് ഇഷ്ടാവും. ഇനി മുതൽ ഗൗരിമോൾ അവിടെയാണോ പഠിക്കുക? അതുപോലെ ഗൗരി പറയും, അച്ഛനും അമ്മയും കൂടെ വേണം, നോക്കാം എന്ന് പറഞ്ഞ് തരുൺ അവിടെ നിന്ന് പോകും. വേദയുടെ മുഖം പറഞ്ഞത് സേതുലക്ഷ്മി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുഞ്ഞിനോട് പാല് കൊടുക്കാൻ അവിടുത്തെ സെർവന്റിനോട് പറഞ്ഞിട്ട് വേദയെ കൂട്ടി അകത്തേക്ക് പോകും. വേദമോള് വാ. മോൾ എന്തെങ്കിലും അവനോട് സൂചിപ്പിച്ചിരുന്നോ? വേദ പറയും, ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണാവോ ഇത്രയും കാലം തോന്നാത്തൊരു തോന്നൽ അവൻ ഇപ്പൊ തോന്നാൻ? ഇനി മോള് തിരുവനന്തപുരത്തേക്ക് പോയത് അവൻ അറിയാമോ? ഇല്ല, ഒരു ഒഫീഷ്യൽ ട്രിപ്പ് ഉണ്ടെന്ന് മാത്രമേ അറിയൂ. എങ്ങോട്ടാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പോലീസല്ലേ, ആരെങ്കിലും മുഖേന അത് അറിഞ്ഞു കാണുന്ന. അങ്ങനെ അറിയേണ്ട കാര്യമൊന്നും ഇല്ല. മോളുടെ തിരുവനന്തപുരത്തെ വെയർബോർഡ്സിനെ കുറിച്ച് അവൻ എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ല അമ്മേ. എന്താ അങ്ങനെ ചോദിച്ച്? നമ്മൾ അവനിൽ നിന്നും മറച്ചു വെച്ച രഹസ്യങ്ങൾ എങ്ങനെയെങ്കിലും അവനെ അറിയാൻ സാധ്യതയുണ്ടോന്നൊരു തോന്നൽ. വേദയ്ക്കും അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണമൊന്നുമില്ല. ഉള്ളിൽ കള്ളത്തരം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതും ആവാം. അങ്ങോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് മോൾക്ക് പേടിയൊന്നുമില്ലല്ലോ. ജോലിയുടെ ഭാഗമായിട്ട് ഒരു ട്രാൻസ്ഫർ ഉണ്ടായാൽ ആ നഗരത്തിലേക്ക് തിരിച്ചു പോകണമായിരുന്നു എന്ന് എനിക്കറിയാം. ബാക്കിയുള്ള ചില കണക്കുകൾ അവിടെ ഇട്ടിട്ട് മുടങ്ങിയതല്ലേ ഞാൻ. അത് പക്ഷെ മോള് വലുതായി അവൾക്ക് പ്രായപൂർത്തിയായിട്ട് മതിയെന്നാ വിചാരിച്ചത്. ഇതിപ്പോ നേരത്തെ ആയിപ്പോയി. അതിന്റെ ഒരു മരവിപ്പേ ഉള്ളൂ. എന്തൊക്കെയാണോ നമ്മൾ മോളിൽ നിന്നും തരുണിൽ നിന്നും മറച്ചു വെച്ചത് അത് അവരെ തേടി വരികയാണെന്ന് തോന്നാണ് എനിക്ക്. സേതുലക്ഷ്മി ഞെട്ടുന്നുണ്ടേ. വേദ പറയും, ഒരു ഒഴുക്കിൽ അങ്ങ് നീന്തിയാലല്ലേ അമ്മ, എവിടെയാണോ ചെന്നെത്തേണ്ടത് അവിടെ തന്നെ അത് എത്തിക്കോളും എന്നിങ്ങനെ പറയുന്നിടത്താട്ടോ ഈ പാർട്ട് കഴിയുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് പാർട്ട് ആയിട്ട് ഉടൻ കാണാം. നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്